പല പാരന്റ്സും അവരുടെ മക്കൾ എന്താവണം എന്നുള്ളത് അവരാണ് ആഗ്രഹിക്കുന്നത്. ആ മക്കൾക്കെല്ലാം വിട്ടുകൊടുക്കുന്നത്. അവർക്ക് ചിലപ്പോൾ നേടാൻ പറ്റാത്ത എന്തൊരു മേഖല, ആ മേഖലയിലേക്ക് എന്റെ മോൻ എത്തണം എന്നുള്ളത് അതിയായ രീതിയിൽ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും 100% ആ മകന്റെ അല്ലെങ്കിൽ മകളുടെ ഇഷ്ടത്തിന് നമ്മൾ വിട്ടുകൊടുക്കണം, അതെവിടേക്ക് എത്തണം എന്നുള്ളത്. അപ്പൊ അതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ ചെറിയ പ്രായത്തിൽ അവരുടെ പാഷൻ, അവരുടെ ഇൻട്രസ്റ്റ് ഇതൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു മേഖലയിലേക്ക് എത്തിപ്പിക്കുക എന്നുള്ളതാണ്. സ്കില്ലെക്സിലേക്ക് വരുന്ന സമയത്ത് ഒരാള് ശരിക്കും അയാൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു കരിയറിലേക്ക് തന്നെയാണോ വന്നത് എന്നുള്ളത് നമ്മൾ പ്രോപ്പർ ആയിട്ട് അത് ഇവാലുവേറ്റ് ചെയ്യും. ഇനി അതല്ല, അയാൾ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് ഉള്ളത്, ഒരു +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞിട്ട് എന്ത് കരിയർ ചൂസ് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് സ്റ്റിൽ അയാൾ ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു കരിയർ ഓറിയന്റേഷൻ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ ഡിഫറെന്റ് സെക്ടേഴ്സിന്റെ ഓപ്പർച്യൂണിറ്റീസ്, അതിലേക്ക് വേണ്ട സ്കിൽ സെറ്റുകൾ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറഞ്ഞു കൊടുക്കും. അപ്പൊ അയാൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതിലേത് അയാൾക്ക് മാർക്കറ്റിംഗ് സെക്ടറിൽ പോകണം, ഫിനാൻസ് സെക്ടറിൽ പോകണം, ടെക്കിൽ പോകണം, ക്രിയേറ്റീവ് ആയിട്ട് പോകണം, ഇതിലേക്ക് ഒരു ക്ലാരിറ്റി കൊടുക്കാനായിട്ട് പറ്റും. സോ ഈ ഒരു ഓറിയന്റേഷന് സ്കില്ലെക്സ് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ബിക്കോസ് ഒരുപാട് പേര് ഒരു 6 month 1 year കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഒരു ജോബിലേക്ക് കയറി കഴിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇത് എനിക്ക് പറ്റിയൊരു വോയിസ് അല്ലായിരുന്നു എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരാൾക്ക് ഒരു ടൈം വേസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം സ്കില്ലെക്സിലൂടെ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അവിടെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരാൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിന്റെ ഫ്യൂച്ചറും ഇതിന്റെ നെക്സ്റ്റും എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അയാൾക്ക് മനസ്സിലാവുന്ന രൂപത്തിലേക്ക് വിത്ത് എക്സാമ്പിൾസ് കാണിച്ചു കൊടുക്കാനായിട്ട് സ്കില്ലെക്സിന് പറ്റും.